ഹല്ലേലൂയ. Praise the Lord. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയും ദൈവസന്നിധിയിലായിരിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട അവസരം നമ്മുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. കരുണയുള്ള കർത്താവെ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയും അവിടുത്തെ പാദങ്ങളിൽ അടുത്ത് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. തിരുവചനങ്ങളെ പഠിക്കുവാൻ ദൈവം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വചനമുള്ളതിൻ വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ ദൈവടിനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണം. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പാഠമാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ബലമുള്ള കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ദൂതന്മാരുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ എങ്ങനെ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഫിലിപ്പോസിനെ ദൂതൻ ഷണ്ണൻ സഞ്ചരിച്ച രഥത്തോട് ചേർന്ന് നടക്കുവാൻ വേണ്ടി ഉത്സാഹിപ്പിച്ചു വിടുന്നു. അങ്ങനെ അവനോട് സുവിശേഷം അറിയിക്കുന്നു. അവൻ രക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ പല നിലകളിൽ ദൂതന്മാർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സുവിശേഷ വേല ചെയ്യുവാൻ ദൂതന്മാർക്ക് അവകാശമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിൽ അറിയിച്ചത് യോഹന്നാൻ സ്നാപകനും കർത്താവായ യേശു ക്രിസ്തുവുമായിരുന്നു. ഇന്ന് നാം അറിയിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം അഥവാ കൃപയുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, ഇത് അറിയിക്കുവാനുള്ള ഭാഗ്യവും പദവിയും ദൈവം നമുക്കാണ് നൽകിയിരിക്കുന്നത്. ദൂതന്മാർക്ക് അത് അറിയിക്കുവാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ തന്നെ ആ ദൂത് അറിയിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൂതന്മാർ സർവദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സുവിശേഷ പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞാൽ, അഥവാ നാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സുവിശേഷം പറയുവാൻ ദൈവം ഒരു ദൂതനെ ആക്കും. ആ ദൂതൻ ആകാശമധ്യേ പറന്നു നിന്നുകൊണ്ട് ഒരു നിത്യ സുവിശേഷം ലോകത്തോട് വിളംബരം ചെയ്യും. ലോകത്തിലുള്ള സകല ജാതികളും വംശങ്ങളും ഭാഷക്കാരും എല്ലാവരും അത് കേൾക്കും. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ നമസ്കരിപ്പീൻ, ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ എന്ന് പറഞ്ഞ് ദൂതൻ മഹോദരകാലത്ത് പ്രസംഗിക്കുമ്പോൾ ആളുകൾ അത് കേട്ട് ഭയപ്പെട്ട് ദൈവത്തെ നമസ്കരിപ്പാൻ ഇടയാകും. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അത് കേൾക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. അവർക്ക് വേണ്ടിയും ഒരു രക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് അവസരം കിട്ടുമ്പോൾ സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. അതിന് ദൈവമാക്കിയിരിക്കുന്നത് നമ്മളെയാണ്. നാം മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിക്കുന്നു. അതിന് ദൂതന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ നമുക്കൊരു അപകടമുണ്ടായ, പ്രശ്നമുണ്ടായാൽ ദൂതന്മാർ നമ്മെ സഹായിക്കും. എല്ലായ്പ്പോഴും ദൂതന്മാർ നമ്മളെ സഹായിക്കണമെന്നില്ല. നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്കുന്നെങ്കിൽ, ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുന്നെങ്കിൽ ദൂതന്മാർ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ: ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു. നീ ശ്രദ്ധയോടെ അവന്റെ വാക്ക് കേൾക്കണം. അത് കേട്ട് മുന്നോട്ട് പോയാൽ
ദൂതൻ നിനക്ക് മുമ്പായി പോയി വഴി ഒരുക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഞാൻ ഒരിക്കൽ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പൂനെയിൽ കടന്നുപോയപ്പോൾ രാത്രി 1 മണി സമയത്ത് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. ഞാൻ സാധാരണ അങ്ങനെ പോയാൽ രാത്രിയിൽ യാത്ര ചെയ്യാറില്ല, അല്പം നേരം വെളുക്കാറായിട്ടേ പോകത്തുള്ളൂ. എന്നാൽ ഞാൻ പോകുന്ന സ്ഥലത്തെ അത് മിലിറ്ററിയുടെ ബേസിലാണ് ഞാൻ പോയത്. അവിടെയുള്ള ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാത്രി കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കടന്നുപോയി. എർവാഡ നദി കടന്ന് എർവാഡ ജയിലിന്റെ അടുത്തൂടെ മുന്നോട്ട് പോകണം, മിലിറ്ററിയുടെ ബേസിൽ ചെല്ലണമെങ്കിൽ. പോകുന്ന വഴിക്ക് എർവാഡ നദിയുടെ ബ്രിഡ്ജ് കടന്ന് റിക്ഷക്കാരൻ ഇടത്തോട്ട് തിരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വഴി തെറ്റിയാണല്ലോ പോകുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, അവന്റെ വീട്ടിൽ അവന്റെ ഡ്രസ്സ് കഴുകാൻ കൊടുക്കാൻ വേണ്ടിയാണ്, തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാനായിട്ടാണ്, അതുകൊണ്ട് പോട്ടെന്ന് പറഞ്ഞു. നദീതീരത്തൂടെ 3-4 കിലോമീറ്റർ ഒരു വനത്തിലേക്ക് പോവുക. ആ ഒരു വനത്തിനുള്ളിൽ 5-6 കുടിലുകൾ, ചെറിയ വീടുകൾ, അവിടെ പലകയടിച്ച കൊച്ചു വീടുകളാണ്. ഒരു വീടിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവൻ ഓട്ടോറിക്ഷയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങിച്ചെന്ന് കതകിൽ മുട്ടി വിളിച്ചു. പലകയടിച്ച കതകുമാണ്. പ്രഭുദാസ് പ്രഭുദാസ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. എനിക്ക് ഒരു സംശയം തോന്നി, എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വീട്ടിൽ പ്രസ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. ഞാൻ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വെളിയിൽ ഇറങ്ങി അവിടെ നിന്നപ്പോൾ അവൻ കതക് തുറന്നു. 5-8 ആളുകൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഭീകരനായ ഒരു മനുഷ്യൻ. ഈ ഓട്ടോറിക്ഷക്കാരനും കണ്ടാൽ ഒരു ഭീകരനായി തോന്നിക്കുന്ന മനുഷ്യനാണ്. അപ്പം എന്തോ അപകടമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ അല്പം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, പകലെ സവാരിക്ക് വെച്ച് കൊടുക്കുകയാവുമെന്ന് പറഞ്ഞു. അപ്പം അവര് ഒന്നും പറഞ്ഞില്ല. ആ കഥ തുറന്നവൻ പറഞ്ഞു, അരത്തും പകലെ സവാരിക്ക് വെച്ച് കൊടുക്കുകയാവുമെന്ന് പറഞ്ഞു. ആദ്യം യാത്രക്കാരെ വിട്ടിട്ട് വരാൻ പറഞ്ഞു. അവൻ തിരിച്ചു വന്ന് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനും ഞങ്ങൾ ഒരുമിച്ച് മിലിറ്ററി ബേസിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മിലിറ്ററിക്കാരനെ മറ്റു കൂട്ടുകാരെയൊക്കെ വിളിച്ചു. ഇവൻ നമ്മളെ അപായപ്പെടുത്താൻ നോക്കിയതാ, ഇവനെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടു. അവൻ വന്ന് എൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഞാൻ അവന് അനുകൂലമായിട്ട് അല്പം സംസാരിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഭായ് സാബ് ആപ്കെ പീച്ചെ കോൻ കടാ സാ എന്ന് ചോദിച്ചു. അവർ നോക്കിയപ്പോൾ എൻ്റെ പുറകിൽ ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഞാൻ പറഞ്ഞ ശബ്ദം ആ വലിയ മനുഷ്യൻ പറയുന്നതായിട്ടാണ് അവർ കേട്ടത്. യാത്രക്കാരെ വിട്ടിട്ട് വരാൻ. ആ ശബ്ദം കേട്ടപ്പോഴേ ഭയപ്പെട്ടു പോയി. അങ്ങനെ വന്ന് യാത്രക്കാരെ കൊണ്ടുവിട്ടിട്ട് വരാൻ ആ കൂട്ടുകാരനും പറഞ്ഞു. അവൻ പെട്ടെന്ന് വന്ന് ഞങ്ങളെ കൊണ്ടുവിട്ടു. പിന്നെ അവനോട് സുവിശേഷം പറയുവാനിടയായി. ഞാൻ പറഞ്ഞത്, നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ദൈവത്തിന്റെ ദൂതൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളോട് കൂടെ വരും, നമുക്ക് വേണ്ടി വഴിയൊരുക്കും, അപകടത്തിൽ നിന്ന് വിടുവിക്കും, നമ്മളെ സഹായിക്കും. ആ നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ സദാ നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ നമ്മെ കൈകളിൽ വഹിച്ചുകൊള്ളും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവഹിതമല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് പ്രതികൂലമായി മാറാറുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായി ഇടപെട്ടു എന്ന് വരാം. അങ്ങനെയുള്ള അവസരങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി നമ്മൾ 1-2 കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. പലപ്പോഴും ദൈവദൂതന്മാർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി.
അതിനോടുള്ള ബന്ധത്തിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ തടഞ്ഞിട്ടുള്ള സന്ദർഭങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആ വഴി പോകാതെ തിരിച്ചു പോയിട്ടുണ്ട്. 25 വർഷം നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്ത അവസരങ്ങളിൽ പലപ്പോഴും പലയിടത്തും പോകരുതെന്ന് എന്നെ വിലക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇടപെടുന്ന ഇടപെടലുകൾ നന്നായിട്ട് മനസ്സിലാക്കാൻ എനിക്കിടയായിട്ടുണ്ട്. അവിടേക്ക് ഞാൻ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. പലയിടത്തും പോകാൻ വേണ്ടി ഒരുങ്ങി എല്ലാ ക്രമീകരണവും ചെയ്തിട്ട് അത് മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുവാൻ പണ്ട് മുതലേ ദൈവം എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ പ്രതികൂലമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വേദഭാഗം ഞാൻ ഓർപ്പിക്കുകയാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 2 Peter chapter 2 verse 15. അവർ നേർവഴി വിട്ടുതെറ്റി ബെയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഈ വേദഭാഗത്ത് നമുക്കൊരു കാര്യം അറിയാം. ബിലിയാമിന്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബെയോരിന്റെ മകനായ ബിലിയാം ദൈവമക്കളെ ശപിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു കഥ വേദപുസ്തകത്തിലുണ്ട്. അവിടെ ദൈവത്തിന്റെ ദൂതൻ തന്നെ എതിർത്തു. യൂദായുടെ ലേഖനം 1-ാം അധ്യായം, ഒരധ്യായമേ ഉള്ളൂ. യൂദായുടെ പുസ്തകം 11-ാമത്തെ വാക്യം, 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെയും ഈ വസ്തുത നമുക്ക് കാണാൻ കഴിയും. വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക. യൂദായുടെ ലേഖനം അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ബിലയാമിന്റെ വഴിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ചില ആളുകളുണ്ട്. ബിലയാമിന്റെ വഴി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. ബിലയാം ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ദൈവം അവനോട് സംസാരിച്ചിരുന്നു, ദൈവം അവന് ദർശനങ്ങൾ നൽകിയിരുന്നു. അതനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ബിലയാം. എന്നാൽ ബിലയാമിന്റെ ജീവിതത്തിൽ അല്പം ഒരു അപാകത പറ്റിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനെ തടയുവാൻ വേണ്ടി അവന് വഴിയിൽ നിന്നു. നമുക്കറിയാവുന്ന കഥയാണ്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാട്ടെ. സംഖ്യാപുസ്തകം 22-ന്റെ 1-2. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെ സിപ്പോന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. നോക്കുക, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് യെരിഹോവിനടുത്ത് മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങിയിരിക്കുകയാണ്. മോവാബ് രാജാവായിരുന്ന സിപ്പോരിന്റെ മകൻ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് വളരെ ഭയപ്പെട്ടു. അയാള് മിദ്യാന്യരെ കൂടെ കൂട്ടുപിടിച്ചു. എന്നിട്ട് മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോവാബിയ പ്രഭുക്കന്മാരെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് ഇവിടെ ഒരു പ്രവാചകൻ ഉണ്ടല്ലോ ബിലയാമിന്റെ അടുത്ത് ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് വരണം. നല്ല സമ്മാനങ്ങൾ കൊടുത്തയച്ചു. സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കൊടുത്തയച്ചു. നീ വന്ന് ഞങ്ങളെ സഹായിക്കണം. വിഷയം ഇതാണ്,
ഒരു കൂട്ടം ജനം മോവാബ് സമഭൂമിയിൽ പാളയമടിച്ചിരിക്കുന്നു. ആ ജനം വളരെ ആളുകളുണ്ട്. അവർ പല രാജ്യങ്ങളെയും നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവർ ഞങ്ങളെ തിന്നുകളയും. അതുകൊണ്ട് നീ വന്ന് അവരെ ശപിക്കണം. നീ ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ അവരനുഗ്രഹിക്കപ്പെടും. നീ ആരെയെങ്കിലും ശപിച്ചാൽ അവർ ശപിക്കപ്പെടുമെന്ന് എനിക്കറിയാം. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. നീ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാം. ബിലെയാം ദൈവത്തോട് ആലോചന ചോദിക്കാൻ വേണ്ടി രാത്രി പ്രാർത്ഥിച്ചു. എന്നിട്ട് ബിലെയാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ബിലെയാമിന് പ്രത്യക്ഷനായി. 22-ാം അധ്യായം 12-ാമത്തെ വാക്യം. എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല. ചാപ്റ്റർ 22 വേഴ്സ് 12. ദൈവം ബിലെയാമിനോട്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. കണ്ടോ? രാത്രി ദൈവം ബിലെയാമിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ അടുക്കൽ വന്നവരാരാന്ന് ചോദിച്ചു. അത് ബാലാക്കിന്റെ ആൾക്കാരാണ്. ഒരു കൂട്ടം ജനം മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങിയിരിക്കുന്നു. അവരെ ശപിക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയാണ്. ദൈവം പറഞ്ഞു, അവരെ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, നീ അവരുടെ കൂടെ പോകരുത്, നീ അവരെ ശപിക്കരുത് എന്ന് പറഞ്ഞ് ദൈവം ബിലെയാമിനെ വിലക്കി. എന്നാൽ ബാലാക്കിന്റെ ആൾക്കാര് അത് കേട്ടിട്ട് രാവിലെ അങ്ങ് പോയി. തിരിച്ചു പോയിട്ട് പറഞ്ഞു, ബിലെയാം വരത്തില്ല, അയാൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വീണ്ടും മിദ്യാന്യ പ്രഭുക്കന്മാരെ, കുറച്ചുകൂടെ കൂടിയ ആൾക്കാരെ ധാരാളം സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കൊടുത്ത് ബിലെയാമിന്റെ വീട്ടിൽ രണ്ടാമത് അയച്ചു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് വെച്ചേക്കുന്ന സമ്മാനങ്ങൾ ഓർത്താൽ നിനക്ക് എങ്ങനെ വരാതിരിക്കാൻ തോന്നുന്നു? നീ ഒരു മടിയും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവനാ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ. ഈ നാണയങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ. അവരെ അന്ന് ഇവിടെ താമസിപ്പിച്ചു, അന്ന് പ്രാർത്ഥിച്ചു. 18-ാമത്തെ വാക്യം, 22-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ബിലെയാം ബാലാക്കിന്റെ ദൂതന്മാരോട്, ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറിയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. കണ്ടോ? നല്ല ഭക്തനായ ഒരു മനുഷ്യൻ ദൈവം പറയുന്നത് വിട്ട് ഏറെയോ കുറയോ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എത്രമാത്രം ധനം എനിക്ക് തന്നാലും, വീട് നിറച്ച് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും തന്നാലും ദൈവം പറയുന്ന വിട്ടൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബിലെയാം നിഷ്കർഷിച്ചു. പക്ഷേ ബിലെയാം അവർക്ക് കൊടുക്കുവാൻ ഇരുന്ന ധാരാളമായ സ്വത്തുക്കളെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ബിലെയാമിന്റെ ഉള്ളിൽ ഒരു ചെറിയ താല്പര്യം തോന്നി. അവൻ ദൈവത്തോട് നിർബന്ധിക്കാൻ തുടങ്ങി. ദൈവമേ, ഇവരെന്നെ നിർബന്ധിക്കുകയാണ്, ഞാൻ എന്തോ ചെയ്യണം? പോയാൽ കൊള്ളാമെന്നവന് പകുതി ആശയായി. ദൈവമക്കൾക്കൊക്കെ പറ്റുന്ന കുഴപ്പം ഇതാണ്, സാത്താൻ ഇങ്ങനെയാണ് വശീകരിക്കുന്നത്. സാത്താൻ പല രീതികൾ നമ്മൾ വേണ്ടെന്ന് വെച്ച് വിട്ടുപോയാലും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയാലും പിന്നെയും പുറകെ വരും. ഈ അമേരിക്കയിൽ പല ചെറുപ്പക്കാരും പരാജയപ്പെട്ടു പോയ കഥകൾ എനിക്കറിയാം. പൈശാചികമായ പല പ്രവർത്തനങ്ങളിലും അവർ ഇടപെട്ടു പോയി. അവർ മാറി നിന്നവരാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പോകത്തില്ല, ചെയ്യത്തില്ലെന്ന് പറഞ്ഞ്, ഞാൻ ഒരിക്കലും അത് കഴിക്കത്തില്ല, ഞാൻ ഒരിക്കലും അത് കുടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് പിന്മാറിയവരുടെ പുറകെ വീണ്ടും ചെല്ലും. സാത്താൻ വിട്ടുകൊടുക്കത്തില്ല. 10 പ്രാവശ്യം എതിര് പറഞ്ഞാലും വീണ്ടും ഒരു നാണവുമില്ലാതെ സാത്താൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള നിർബന്ധത്തിന് വഴങ്ങി അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോടൊരു കാര്യം പറഞ്ഞു. എന്നാ പിന്നെ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഞാൻ നിനക്ക്
നാവിന്മേൽ തരുന്നതല്ലാതെ വേറൊന്നും പറയരുതെന്നും. അവനത് വലിയ സന്തോഷമായി. രാവിലെ കഴുതയ്ക്ക് കോപ്പിട്ടു, 2 ബാല്യക്കാരെയും കൂട്ടി യാത്രയായി. അവൻ പോകുമ്പോൾ വഴിയിൽ ദൈവത്തിന്റെ ദൂതൻ അവനെതിരായിട്ട് വന്നു നിൽക്കുകയാണ്. എന്റെ 27-ാമത്തെ വാക്യം. 22-27. 27-ആണോ അതോ 22-ആണോ? പക്ഷേ 22, 23 വായിച്ചു. ഓക്കെ. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരെ കൂടി ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. ഇനി എത്ര? 27. 27. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാം പറഞ്ഞു വിടാമെന്ന് വെച്ചാണ് വായിപ്പിക്കാഞ്ഞത്. ആദ്യം ദൂതൻ വാൾ ഉരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ കഴുത ഭയപ്പെട്ട് വയലിലേക്ക് ഓടി. കഴുതയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബിലെയാം അതിനെ അടിച്ചു. തിരിച്ചു വഴിയിൽ കൊണ്ടുവന്നു. യഹോവയുടെ ദൂതൻ മുന്നോട്ട് പോയി ഒരു മതിലുള്ളിടത്ത് ചെന്നു. അവിടെ നിന്നു. കഴുത മതിലിനോട് ചേർത്ത് ഒതുങ്ങി. ബിലെയാമിന്റെ കാല് മതിലിനോട് ചേർത്ത് ഞെരുക്കി. അന്നേരം വീണ്ടും കഴുത അടിച്ചു. അടിച്ചപ്പോൾ യഹോവയുടെ ദൂതൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ വയ്യാത്തൊരു ഇടുക്കിടയിൽ നിന്നു എന്നാണ്. അപ്പോൾ കഴുത എന്ത് ചെയ്തു? ആ ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. അപ്പോൾ വീണ്ടും കഴുത അടിച്ചു. അടിച്ചപ്പോൾ കഴുത മനുഷ്യവാക്കായിട്ട് ഉരിയാടാൻ തുടങ്ങി. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുക്കുവാൻ കഴുത മനുഷ്യവാക്കായിട്ട് ഉരിയാടി സംസാരിച്ചു. കഴുത ചോദിച്ചു, ഞാൻ നിന്റെ കഴുതയല്ലേ? ഈ കാലം അത്രയും നീ എന്റെ പുറത്തല്ലേ യാത്ര ചെയ്തത്? ഞാൻ എപ്പോഴെങ്കിലും നിന്നെ കളിയാക്കിയിട്ടുണ്ടോ? ഇല്ലെന്ന് ബിലെയാം സമ്മതിച്ചു. തുടർന്ന് ബിലെയാം പറയുകയാണ്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചതെന്ന്. അപ്പോൾ യഹോവയുടെ ദൂതൻ ബിലെയാമിനോട് സംസാരിച്ചു. ബിലെയാമിനോട് പറഞ്ഞു, 33-ാമത്തെ വാക്യം. കഴുത എന്നെ കണ്ടു, ഈ 3 പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ഞാൻ നിനക്ക് പ്രതിയോഗിയായി വന്നിരിക്കുന്നു. കഴുത ഈ 3 പ്രാവശ്യം എന്നെ കണ്ട് എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുകയും കഴുതയെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ബിലെയാം ആകെ ഭയന്നുപോയി. ബിലെയാം സാഷ്ടാംഗം വീണു, നമസ്കരിച്ചു. ദൈവമേ, ഞാൻ പോകുന്ന വഴി നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തിരിച്ചു പൊക്കൊള്ളാമെന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ആദ്യം അവൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ എന്നൊക്കെ കഴുതയോട് പറയുന്നുണ്ട്. പക്ഷേ അവൻ ഭയപ്പെട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. എന്നിട്ടും ബിലെയാം തനിക്ക് കൊടുക്കുവാനിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൻ പോകാൻ താല്പര്യപ്പെട്ടു. ഇത്രയൊക്കെ ആയിട്ട് ദൂതൻ പറഞ്ഞു, എന്നാ പിന്നെ പൊക്കോ, പോകുന്ന കൊള്ളാം, ഞാൻ നിന്നോട് പറയുന്നതല്ലാതെ വേറൊരു കാര്യം പറഞ്ഞേക്കരുതെന്നു. ബിലെയാം പോയി. അവിടെ ചെന്നപ്പോൾ ബാലാക്ക് അവനെ എതിരേറ്റു വന്നിട്ട് അവനെ കൊണ്ടുപോയി ഈ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെ കാണിച്ചു. നീ ശപിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു 7 യാഗപീഠം ഉണ്ടാക്കണം, 7 കാളയെയും 7 ആട്ടുകൊറ്റനെ ഒരുക്കി നിർത്തണം. അങ്ങനെ ഓരോ യാഗപീഠത്തിന്മേൽ ഓരോ കാളയെയും
ഓരോ ആട്ടുകൊറ്റനെ അർപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോട്ടെ, പോയിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ, എന്നിട്ട് വന്ന് നിന്നോട് മറുപടി പറയാമെന്ന് പറഞ്ഞു. 31-ാം അധ്യായത്തിന്റെ 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രയേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ. നോക്കുക, ദൈവം പറഞ്ഞ ആലോചന മാത്രം പറഞ്ഞു. അതിന്റെ 23-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യം വായിച്ചാൽ അറിയാം. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ദൈവം പറഞ്ഞ ആലോചന അതുപോലെ ബിലെയാം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവരുടേതുപോലെ ആകട്ടെ. സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പ്രവാചകൻ, ദൈവമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നവൻ, ദൈവത്തിന്റെ വെളിപ്പാടുകളും അരുളപ്പാടുകളും നേരിട്ട് മനസ്സിലാക്കി ജനത്തെ അറിയിച്ചവൻ. പക്ഷേ അവന്റെ ആഗ്രഹം ദൈവം പറയുന്നതല്ലാതെ വേറൊന്നും ഞാൻ പറയത്തില്ല, ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കാൻ ഇടയാകണമെന്ന് പറഞ്ഞ് അവൻ ആശ്വസിക്കുകയാണ്. എന്നാൽ അവൻ മരിച്ചത് എങ്ങനെയാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വാക്യം കൂടെ വായിച്ചു നോക്കിയാട്ടെ. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന് രാജാക്കന്മാരായ, അതല്ലേ? അതെ, മിദ്യാന് രാജാക്കന്മാരായ ഏവി, രഖേം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെ കൊന്നു. ബയോരിന്റെ മകനായ ബിലെയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ബയോരിന്റെ മകനായ ബിലെയാമിനെയും അവർ വാൾ കൊണ്ട് കൊന്നു. ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവരുടേതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ദൈവത്തിന്റെ ദൂതറിയിച്ച മനുഷ്യൻ അവസാനം മരിച്ചത് ബയോരിന്റെ മകനായ ബിലെയാമിനെയും അവര് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അങ്ങനെ അവന്റെ അന്ത്യമായി പോകാൻ കാരണം എന്താ? അവസാനം വരെ പലയിടത്ത് കൊണ്ടുപോയി പല മലകളിൽ നിർത്തി അവിടെ വെച്ചെല്ലാം അവൻ ഇസ്രയേലിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, ആഭിചാരം ഇസ്രയേലിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ യാക്കോബിന് ഫലിക്കയില്ല എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച മനുഷ്യനാണ്. പക്ഷെ എന്താണ് ഇവന്റെ ജീവിതത്തിൽ പരാജയം പറ്റിയത്? അവൻ പോകുമ്പോൾ ഒരു ചെറിയ ടെക്നിക്ക് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. മിദ്യാന്യ രാജാവും പ്രഭുക്കന്മാരും ബാലാക്കിന്റെ പ്രഭുക്കന്മാരും എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവൻ ഒരു ചെറിയൊരു ഉപദേശം പറഞ്ഞു കൊടുത്തു. അവിടെ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ചരിത്രം ഞാൻ പറയാം. ഇവരെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഇവർ ദൈവത്തിന്റെ ജനമാണ്, ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവർ ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിങ്കിൽ നിന്നും അകന്നു പോയാൽ ഇവർ പരാജയപ്പെടും. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ പെൺകുട്ടികളെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഒരുക്കി ശപഥാർപ്പിത വസ്തുക്കളും നിങ്ങളുടെ പ്രസാദങ്ങൾ, ദേവന്മാർക്ക് അർപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശേഷിപ്പുകൾ അവരുടെ കയ്യിൽ താലത്തിൽ കൊടുത്തുവിടണം. അവരെ നന്നായിട്ട് ഒരുക്കണം. നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ് തുടങ്ങിയ ആടയാഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് അവരെ നല്ല വാനിറ്റി വായൊക്കെ കൈ കൊടുത്ത്, പരിമളപ്പെട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം കൊടുത്ത് അങ്ങോട്ട് കയറ്റി വിടണം. എന്നിട്ട് ഈ പെൺകുട്ടികൾ അവിടെ ചെന്ന് അവർക്ക് പ്രസാദം കൊടുക്കും.
ഇവരെ കണ്ടു കഴിയുമ്പോഴേ അവർ പ്രസാദം മേടിച്ച് കഴിക്കും. അങ്ങനെ ഈ സ്ത്രീകളുമായിട്ട് അവർ മോശമായിട്ട് പെരുമാറും. അവർ പാപം ചെയ്യും. പാപം ചെയ്യുമ്പോൾ ദൈവം അവർക്കെതിരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ടെക്നിക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അതിന്റെ 25-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചാൽ ഏറെക്കുറെ മനസ്സിലാവും. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തം എടുത്തു. ആ ഇസ്രയേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്നു. ഇരുവരെയും, ആ ഇസ്രയേലിനെയും ആ സ്ത്രീയെയും തന്നെ, അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രയേൽ മക്കളെ വിട്ടുമാറി. ഇസ്രയേൽ മക്കൾ പാപം ചെയ്തപ്പോൾ, ബാൽ പെയോരിനോട് ചേർന്നപ്പോൾ, അവർ ഈ പെൺകുട്ടികളുമായി സ്ത്രീകളുമായിട്ട് മോശമായിട്ട് ഇടപെട്ടപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. ഭയങ്കര ബാധയുണ്ടായി. ജനത്തിൽ 24,000 പേര് പട്ടുപോയി. അത്രമാത്രം വലിയ ബാധയുണ്ടായി. ഇതിന്റെ കാരണം മോശ പറഞ്ഞു, നമ്മൾ യഥാസ്ഥാനപ്പെട്ടേ പറ്റുള്ളൂ, ദൈവം നമുക്കെതിരായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഭുക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടിയിട്ട് അവര് കരഞ്ഞു വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവര് ഭയപ്പെട്ട് കരഞ്ഞു ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മിദ്യാന്യ സ്ത്രീയെ പിടിച്ചോണ്ട് ഒരു ഇസ്രയേൽക്കാരൻ അവന്റെ കൂടാരത്തിനുള്ളിലേക്ക് പോയി. ഇവരെല്ലാം സമാനോടാരത്തിന്റെ വാതിൽക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഫിനെഹാസ് എന്ന് പറയുന്ന അഹരോന്റെ ഒരു കൊച്ചുമകൻ, അവൻ ചാടി എഴുന്നേറ്റ് കുന്തം എടുത്തോണ്ട് പോയി അവരെ രണ്ടുപേരെയും കുത്തിക്കൊന്നു. ദൈവത്തിന് അത് പ്രസാദമായി. ജനമെല്ലാം ഭയപ്പെടുവാനിടയായി. ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തിയത് കൊണ്ട് ബാധ ഇസ്രയേലിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെയാണ് ആ ബാധ നിന്നത്. ഈ ബിലെയാം വെച്ചുകൊടുത്ത ടെക്നിക്ക് അതാണ് മുമ്പേ നമ്മൾ വായിച്ചത്. ബിലെയാമിന്റെ വഴിയിൽ നടന്നു, കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ട്. കൂലിക്ക് വേണ്ടി എന്തും പറയുന്ന, എന്തും പ്രവർത്തിക്കുന്ന സുവിശേഷകന്മാര്, പ്രവാചകന്മാര്, ദൈവമക്കളൊക്കെ ലോകത്തിലുണ്ട്. അവർക്കൊരു നല്ല പാഠം കൂടിയാണിത്. അവരുടെ വഴിയിൽ ദൈവം ചിലപ്പോൾ തടസ്സം സൃഷ്ടിക്കും. ദൂതൻ നമുക്ക് പ്രതിയോഗിയായി വരാം. അങ്ങനെ ദൂതൻ പ്രതിയോഗിയായി വരുമ്പോൾ യഥാസ്ഥാനപ്പെടണം. നമ്മുടെ വഴി മാറ്റിപ്പിടിക്കണം. നല്ല വഴിയിലൂടെ പോകാൻ, യഥാർത്ഥമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 14. വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ വാക്യം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. കണ്ടോ? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ബാലാക്കിന് ഉപദേശം പറഞ്ഞു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്ക് അവിടെയുണ്ട്. അപ്പോൾ സഭയിൽ പിൽക്കാലത്ത് ഇങ്ങനെയുള്ള ദുർനടപ്പിനെ അനുകൂലിച്ച ബിലെയാമിന്റെ വഴിയിൽ നടന്ന ആളുകൾക്ക് നല്ല ദൃഷ്ടാന്തം ദൈവവചനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ദൂതൻ നമുക്ക് പ്രതിയോഗിയായി വന്ന് നമ്മെ തടയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പോകുന്ന വഴി ശരിയല്ല. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ, പൈശാചിക ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിൽ വീണുപോകാതെ സൂക്ഷ്മതയോടെ മാറിപ്പോകേണ്ടത് ആവശ്യം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കുവീൻ, അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ ദൈവത്തിന് മുമ്പിൽ എപ്പോഴും ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചെറിയവരെന്ന് വിചാരിക്കുന്ന ഒരാളെ പോലും നിസ്സാരനെന്ന് കരുതാൻ പാടില്ല. അങ്ങനെ കരുതിയാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ പാപമാണ്. ഒരാള് പോലും ചെറിയവരല്ല. അടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 24 മുതലുള്ള വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. പത്രോസ് ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? ഒരുത്തനെ തള്ളിക്കളയാൻ എളുപ്പമാ, ഒരുത്തനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറഞ്ഞു, പോരാ, 70 വട്ടം ക്ഷമിക്കണം. 7 into 70, 7 into 70. അത്രയും പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം. 490 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം. അങ്ങനെ ശാന്തമായി ക്ഷമിക്കുകയും അവരോട് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്താൽ ഒരുത്തനെ നേടാൻ നമുക്ക് കഴിയുമെന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിക്കേ, 18 മുതൽ 24 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഒരുത്തനെ ഒരു മുതലാളിക്ക് 10,000 താലന്ത് കടപ്പെട്ടിരുന്നു. അവനെ തടവിലാക്കാൻ വേണ്ടി ആ മുതലാളി കൽപ്പിച്ചു. 10,000 താലന്ത്. അവൻ അങ്ങോട്ട് പോയപ്പോൾ അവൻ എന്നിട്ട് കരഞ്ഞു, യജമാനെ, എനിക്കിപ്പം നിവൃത്തിയില്ല, ഞാൻ എല്ലാം തന്നു തീർക്കാം, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവൻ ഇളച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, നിന്റെ 10,000 താലന്ത് ഇളച്ചു തന്നു, നീ പൊക്കോ, കുഴപ്പമില്ല. പക്ഷെ അവൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവന്റെ ഒരു കൂട്ടുദാസനെ കണ്ടു. അവന് 100 വെള്ളിക്കാശ് കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ പൈസ താടാന്ന് പറഞ്ഞിട്ട് അവനോട് പെശകി. അവൻ പറഞ്ഞു, സോറി ഭായ്, ക്ഷമിക്കണം, ഞാന് തരാം, ഇപ്പൊ ഇല്ല. അവൻ സമ്മതിച്ചില്ല. അവനെ പിടിച്ച് തടവിലാക്കി പൈസ തന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അന്ന് ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നത് 1 വെള്ളിക്കാശാണ്. അപ്പൊ അവനെ അടിമയാക്കിയെന്ന് പറഞ്ഞാൽ 100 ദിവസം അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും 100 വെള്ളിക്കാശ് മുതലാക്കാൻ. ഒരു ദിവസം ജോലി ചെയ്താൽ 1 വെള്ളിക്കാശ് കിട്ടുന്നു. അത് എത്രയോ നിസ്സാര തുകയാണ്. 100 ദിവസത്തെ ജോലി ചെയ്താൽ മതി. 10,000 താലന്ത് എന്ന് പറഞ്ഞാലോ 1000 വെള്ളിക്കാശാണ് 1 താലന്ത്. അപ്പൊ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രമാണ്? ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ തീരുവോ? 1000 വെള്ളിക്കാശാണ് 1 താലന്ത്. 10,000 വെള്ളിക്കാശാണ് ഒരുത്തൻ കടപ്പെട്ടിരുന്നത്. അപ്പോൾ അവന്റെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ എത്ര പേര് ജോലി ചെയ്താൽ ഈ 10,000 താലന്ത് ഉണ്ടാവും? ഇവിടെ ഇതാ വെറും 100 വെള്ളിക്കാശ്. 1 താലന്തിന്റെ 10-1 ഉള്ളൂ 100 വെള്ളിക്കാശ്. എന്നാൽ ആ 10,000 വെള്ളിക്കാശ് കടപ്പെട്ടവന് ഇളച്ചു കിട്ടിയിട്ട് 100 വെള്ളിക്കാശ് കടപ്പെട്ടവനോട് അവനെ പിടിച്ച് തടവിലാക്കി, അവനെ അടിമയാക്കി, അവനെ കൊണ്ട് വേല ചെയ്യിപ്പിക്കാനാണ് താല്പര്യപ്പെട്ടത്.
നമ്മളൊരു കാര്യം ഓർക്കണം, എത്രയും ക്ഷമിക്കാമോ അത്രയും ക്ഷമിച്ച് ദൈവസന്നിധിയിൽ എളിമപ്പെടാമെന്നതിന്റെ പരമാവധി എളിമപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരുത്തനെ നേടിയെടുക്കുവാൻ, ഒരുത്തനെ നാശത്തിലേക്ക് വിടാതിരിപ്പാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. 70 വട്ടവും ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിന് ദൈവം നമുക്ക് കൃപ നൽകും. അതിന് അല്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലല്ല പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ നമുക്കെതിരായിട്ട് വരും എന്ന് മറക്കരുത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. നിന്റെ മുമ്പായി നടക്കുന്ന ദൂതനെ നീ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവൻ നിന്നോട് ക്ഷമിക്കയില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു. ദൂതന് ക്ഷമ കാണിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് കിട്ടുന്ന ഓർഡർ അനുസരിച്ചാണ്. ദൂതനോടൊന്നും കൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തോട് നമ്മൾ യാചിക്കുമ്പോൾ ദൈവമാണ് ആജ്ഞ കൊടുക്കുന്നത്. അതനുസരിച്ചാണ് ദൂതൻ പ്രവർത്തിക്കുന്നത്. ദൂതൻ വാളും പിടിച്ചോണ്ട് വഴിയിലേക്ക് ബിലിയാമിനെ കൊന്നുകളയാൻ പറഞ്ഞാൽ കൊന്നുകളയും. പക്ഷെ ദൈവം ആജ്ഞ കൊടുത്ത് കൊല്ലണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊന്നില്ല, വിട്ടേക്കാൻ പറഞ്ഞു. അവനെ അവിടെ പോയി മേടിച്ചോളും, നീയായിട്ട് കൊല്ലണ്ട, അവനെ വാൾ കൊണ്ട് തന്നെ കൊല്ലും. നോക്കുക, യേശു പത്രോസിനോട് പറഞ്ഞ പോലെ വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പറഞ്ഞ പോലെ അവസാനം പത്രോസിനെ വാൾ കൊണ്ട് കൊന്നു. ഇതിവിടെ ദൈവത്തിന്റെ ദൂതന്റെ വാക്ക് നീ കേൾക്കണം, അവൻ നിന്നോട് ക്ഷമിക്കത്തില്ല. നമ്മൾ ക്ഷമയുള്ളവരായി തീർന്നാൽ ദൈവം നമ്മളോട് ക്ഷമിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി ക്ഷമിക്കുന്നവരായി ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.